നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ബജറ്റിന് തൊട്ടുമുമ്പ് വിപണിയിൽ വലിയൊരു അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. ഇന്നലെ പച്ചപ്പിൽ അവസാനിച്ച വിപണി ഇന്ന് നഷ്ടത്തിലാണ് കലാശിച്ചത്. നിക്ഷേപകരെ ഞെട്ടിച്ചുകൊണ്ട് മെറ്റൽ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. എന്നാൽ അതിനേക്കാൾ വലിയ വാർത്തകൾ വരുന്നത് കമ്മോഡിറ്റി വിപണിയിൽ നിന്നാണ്. സ്വർണ്ണവിലയിലും വെള്ളിയിലും വൻ തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. വെള്ളിവില റെക്കോർഡ് ഹൈയിൽ നിന്ന് 15% താഴേക്ക് പോയി. ഇതിനിടയിൽ ഞായറാഴ്ചയായ ഫെബ്രുവരി 1 വിപണി പ്രവർത്തിക്കുമെന്ന നിർണായക അറിയിപ്പും വന്നിട്ടുണ്ട്. ബജാജ് ഓട്ടോ, നെസ്ലെ തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ റിസൾട്ടുകളും രൂപയുടെ റെക്കോർഡ് തകർച്ചയും എല്ലാം ചേർന്ന ഒരു പാക്കേജാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം വിശദമായി പരിശോധിക്കാം. കേന്ദ്ര ബജറ്റിന് ഇനി വെറും 48 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ ഇന്ന് ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നത്. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. രാവിലെ ഗ്യാപ് ഡൗണായി തുടങ്ങി ഉച്ചയ്ക്ക് ശേഷവും ഒരു തിരിച്ചുവരവ് നടത്താൻ വിപണിക്കായില്ല. ഇന്നത്തെ വില്ലൻ പ്രധാനമായും മെറ്റൽ സെക്ടറാണ്. ഇന്നലെ വിപണിയെ താങ്ങി നിർത്തിയത് മെറ്റൽ ഓഹരികളായിരുന്നുവെങ്കിൽ ഇന്ന് ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, വേദാന്ത തുടങ്ങിയ പ്രമുഖ മെറ്റൽ ഓഹരികളെല്ലാം തന്നെ കൂപ്പുകുത്തി. ബജറ്റിന് മുന്നോടിയായി ട്രേഡേഴ്സ് തങ്ങളുടെ ലാഭമെടുത്ത് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ബജറ്റിൽ എന്തെങ്കിലും അപ്രതീക്ഷിത പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം നിക്ഷേപകർക്കുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഫെബ്രുവരി 1, അതായത് വരുന്ന ഞായറാഴ്ച സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തിക്കും. സാധാരണ ഞായറാഴ്ച അവധിയാണെങ്കിലും കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതുകൊണ്ട് BSEയും NSEയും അന്ന് തുറന്നു പ്രവർത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3:30 വരെ സാധാരണ പോലെ ട്രേഡിംഗ് ഉണ്ടായിരിക്കും. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞായറാഴ്ച അവധി ദിവസം കളഞ്ഞ് നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഇരിക്കുമോ, അതോ ബജറ്റ് പ്രസംഗം കേട്ട് മാറി നിൽക്കുമോ? നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇനി കമ്മോഡിറ്റി വിപണിയിൽ നടന്ന വലിയൊരു രക്തച്ചൊരിച്ചിലിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നലെ നമ്മൾ സ്വർണ്ണവില 1,80,000 കടന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു. സ്വർണ്ണവിലയിലും വെള്ളിവിലയിലും ബ്രൂട്ടൽ സെൽ ഓഫാണ് നടന്നത്. വെള്ളിവില അതിന്റെ റെക്കോർഡ് ഹൈയിൽ നിന്ന് ഏകദേശം 15% ഒറ്റയടിക്ക് ഇടിഞ്ഞത്. അസാധാരണമായ ചാഞ്ചാട്ടമാണ് വിപണിയിൽ നടക്കുന്നത്. വില വല്ലാതെ കൂടിയപ്പോൾ ട്രേഡേഴ്സ് ലാഭമെടുത്ത് പുറത്തുപോയതാണ് പെട്ടെന്നുള്ള ഈ തകർച്ചയ്ക്ക് കാരണം. സ്വർണം ഇന്നലെ വാങ്ങിവെച്ചവർ ഇന്ന് വലിയ നഷ്ടത്തിലായിട്ടുണ്ടാകാം. ഈ വിലയിടവർ ഒരവസരമാണോ, അതോ ഇനിയും താഴേക്ക് പോകുമോ എന്നത് കണ്ടറിയണം. കറൻസി വിപണിയിലും കാര്യങ്ങൾ പരിങ്ങലിലാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 92.02 എന്ന എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. വ്യാപാരത്തിനൊടുവിൽ ചെറിയൊരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും രൂപയുടെ ഈ തകർച്ച ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്കും പ്രത്യേകിച്ച് ഇറക്കുമതി ചെലവുകൾക്കും വലിയ വെല്ലുവിളിയാണ്. ഇതിനിടയിൽ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ഫെഡറൽ റിസർവിന്റെ അടുത്ത ചെയർമാനായി കെവിൻ വാർഷിനെ നോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇത് ലോകവിപണിയെയും പലിശ നിരക്കുകളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഇനി കോർപ്പറേറ്റ് ഏർണിംഗ്സിലേക്ക് വരാം. കമ്പനികളുടെ റിസൾട്ടുകൾ വളരെ മികച്ചതാണ്. ബജാജ് ഓട്ടോയുടെ ലാഭം 19% വർദ്ധിച്ച് 2503 കോടി രൂപയായി. വരുമാനത്തിലും 19% വർധനവുണ്ട്. ടൂ വീലർ വിപണിയിലെ ഉണർവാണിത് കാണിക്കുന്നത്. FMCG ഭീമനായ നെസ്ലെ ഇന്ത്യയുടെ ലാഭം 46% കുതിച്ചുയർന്നത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്ന് ബ്രൂക്ക്ഫീൽഡ് ഇന്ത്യ റീറ്റിന്റെ ലാഭം 8 മടങ്ങാണ് വർദ്ധിച്ചത്. സ്ട്രൈഡ്സ് ഫാർമയുടെ ലാഭം 2 മടങ്ങ് വർദ്ധിച്ചു. SBI ജനറൽ ഇൻഷുറൻസിന്റെ പ്രീമിയം കളക്ഷനിലും 15% വർധനവുണ്ട്. റിസൾട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി കമ്പനികൾ മികച്ച പ്രകടനം നടത്തുന്നു എന്നുതന്നെയാണ്. ചുരുക്കത്തിൽ ബജറ്റിന് തൊട്ടുമുൻപ് വിപണിയിൽ ചാഞ്ചാട്ടം സ്വാഭാവികമാണ്. മെറ്റൽ ഓഹരികളിലെ വീഴ്ചയും സ്വർണ്ണവിലയിലെ തകർച്ചയും നിക്ഷേപകരെ ഓർമ്മിപ്പിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: വിപണി എപ്പോഴും പ്രവചനാതീതമാണ്. ഞായറാഴ്ചത്തെ ബജറ്റ് ദിന സെഷൻ വളരെ നിർണായകമായിരിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞായറാഴ്ചത്തെ സ്പെഷ്യൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നന്ദി.